ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് തൃശ്ശൂരാണ്. തൃശ്ശൂരിൽ നിന്ന് തിരിച്ചു പോകുന്നൊരു വഴിയാണ്. റൈഡ് കഴിഞ്ഞിട്ട് തിരിച്ച് എൻ്റെ നാട്ടിലേക്ക് പോകുന്ന വഴിയാണ്. ഇപ്പം ഞാൻ നിൽക്കുന്ന സ്ഥലം ഏതോ ഒരു പാടത്തിൻ്റെ സൈഡാണ്. ഏത് സൈഡെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിഞ്ഞൂടാ. ഇപ്പം നമുക്ക് വഴി കാണുന്ന കാഴ്ചയൊക്കെ കണ്ടിട്ട് നൈസായിട്ട് തെറിക്കാം. ഓക്കെ, സമയം ഇപ്പം തന്നെ ഒരുപാടായി. ലേറ്റ് ആവാൻ പാടില്ല എന്ന് കരുതിയതാണ്, പക്ഷേ ലേറ്റായി പോയി. ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ ഒരുപാട് ലേറ്റായിപ്പോയി. ഇത്രയും താമസിക്കുമെന്ന് ഞാൻ അറിഞ്ഞില്ല. ഭയങ്കര ഡാർക്കായിട്ടിരിക്കുമായിരിക്കും. കാരണം ഞാൻ എൻ്റെ അങ്ങോട്ടിനി മൊത്തം വെയിലായിരിക്കും. അതുകൊണ്ട് ഞാൻ എൻ്റെ എക്സ്പോഷർ മൊത്തത്തിൽ കുറച്ചിട്ടിരിക്കും, ഫുള്ള് ഡാർക്കാക്കി. അപ്പോഴത്തേക്കുള്ളൊരു ഉപകാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കുറച്ചും കൂടെ വേണമെങ്കിൽ കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം അത്യാവശ്യം ഉണ്ടെങ്കിൽ. എഡിറ്റിങ്ങിനെ പറ്റി വലിയ ധാരണ ഇല്ല, എങ്കിലും നമുക്ക് നോക്കാം. അതിൽ നല്ലതല്ലാതെ എന്നും ഒരേ സെറ്റിങ്സിലിട്ടിട്ട് വച്ചിട്ട് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇപ്പോൾ പോയി എവിടെ എത്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞില്ല. ഞാൻ ഗൂഗിൾ മാപ്പിനെ മാത്രം വിശ്വസിച്ചാണ് മുന്നോട്ട് പോകുന്നത്. റെക്കോർഡാവുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. വെൽക്കം ബാക്ക് ടു റൈഫൈ. ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മളെ കാസർഗോഡ് നിന്നൊരു ചെറിയൊരു യാത്ര ഉണ്ടായിരുന്നു. അപ്പോൾ യാത്ര കഴിഞ്ഞ് തിരിച്ച് വരുന്ന വഴിക്ക് തൃശ്ശൂരൊന്ന് സ്റ്റേ ചെയ്ത ഹോട്ടൽ വലിയ കാര്യമുള്ള ഹോട്ടലൊന്നും അല്ലാത്തതുകൊണ്ടാണ് ഞാൻ അതിനെ കൂടുതൽ മെൻഷൻ ചെയ്യാത്തത്. ഇപ്പോൾ ഞാൻ നേരെ പോകുന്നത് തിരുവനന്തപുരത്തേക്കാണ്. ഇപ്പം സത്യം പറഞ്ഞ് ഞാൻ റെക്കോർഡ് ചെയ്യണമെന്ന് ആഗ്രഹിച്ച റെക്കോർഡ് ചെയ്യുന്നതല്ല. ഈ വണ്ടി മാറില്ല. ഇനി ചെറിയ റോഡാണ്, പുള്ളിക്കാരനെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. ഓവർടേക്ക് ചെയ്യാൻ സമ്മതിക്കുമായിരുന്നെങ്കിൽ ഉപകാരം ആയിരിക്കും. ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പോകുന്നത് ഇപ്പം നമ്മളെ തിരുവനന്തപുരത്തേക്കാണ്. അപ്പോൾ ഈ പോകുന്ന വഴിയിൽ ചെറുതായിട്ട് എന്നും പോകുന്ന റൂട്ടല്ലാതെ ഒരു പത്തനംതിട്ട വഴി കയറി പോകാമെന്ന് കരുതി. കാരണം നമ്മൾ സ്ട്രൈറ്റ് റോഡ് കിടപ്പുണ്ട്, എങ്കിലും അതിലൊരു രസമില്ല. പിന്നെ കുറച്ച് കാട് പിടിച്ച് കോട്ടയം വഴി കയറി പോകുന്നതിൻ്റെ ഒരു സുഖം ഒന്ന് വേറെ തന്നെയാണല്ലോ. ഞാൻ ചിലപ്പം പറയുന്നതിൽ കുറേ മണ്ടത്തനങ്ങളുണ്ടായിരിക്കാം. കാരണം വെറുതെ ഒറ്റയ്ക്ക് കുറേ ദൂരം പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ബോറടിച്ചു. അപ്പം തനിയെ സംസാരിക്കുന്നതിനേക്കാൾ നല്ലതാണല്ലോ ക്യാമറ ഓണാക്കി സംസാരിക്കുന്നത്. അതുകൊണ്ട് മാത്രമാണ് ആ ക്യാമറ ഞാൻ ഓണാക്കി വെച്ചത്. ഇത് ഞാൻ പോസ്റ്റ് ചെയ്യോ ഇല്ലയോ എന്നുള്ള ധാരണയൊന്നും എനിക്കില്ല. വെറുതെ അങ്ങ് പോകുന്നു. ആ പോകുന്ന പോക്കിൽ കുറേ കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യുന്നു. ഏകദേശം ഒരു 7 മണിക്കൂർ മിനിമം, എങ്ങനെയായാലും ഒരു 7 മണിക്കൂർ എടുക്കും അങ്ങ് എത്താം. ഇപ്പം മണി ഏകദേശം ഒരു 8:40 ആയിട്ടുണ്ട്. കറക്റ്റായിട്ട് കാര്യങ്ങൾ നടന്നാൽ കൊള്ളാം. ഇതിൻ്റെ ഇടയിൽ കാരണം എൻ്റെ ഈ ചാനലെന്ന് പറയുന്നത് അങ്ങനെ ഒരുപാട് ആൾക്കാർ കാണുന്ന ചാനലൊന്നും അല്ലല്ലോ. അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. എനിക്ക് എന്ത് തോന്നിയ ദിവസം കാണിക്കാമല്ലോ. അല്ലാതെ ഒരു ഫോളോവേഴ്സോ അല്ലെങ്കിൽ ഫാൻ ബേസോ ഒന്നും കൊണ്ട് വർക്ക് ചെയ്യുന്നതല്ലല്ലോ. ഇതിൽ സബ്സ്ക്രൈബ് ചെയ്ത കുറച്ച് പേരൊക്കെ എനിക്കറിയാം, കുറച്ച് പേർ ആരെന്ന് എനിക്കറിയത്തില്ല. പിന്നെ കുറേ കളത്തരങ്ങളുണ്ട് അതിൻ്റെ അകത്ത്. എന്തായാലും മുന്നോട്ട് പോകാം. വോയിസ് റെക്കോർഡാവുമെന്ന് വിശ്വസിക്കുന്നു. ഇനി ഏകദേശം ഒരു 274 കിലോമീറ്റർ കൂടെ ഉണ്ട്. ഈ പോകുന്ന സ്ഥലത്തിൻ്റെ പേര് വെള്ളിയാങ്കര. എന്തായാലും കൊള്ളാം. പക്ഷേ എനിക്ക് 360 ഞാൻ ഓണാക്കുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 സൈഡ് റെക്കോർഡ് ചെയ്യേണ്ട ആവശ്യമൊന്നും തോന്നുന്നില്ല. അപ്പോൾ അതിലെന്തായാലും ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡിലും നല്ല പാടങ്ങളും ചെപ്പുകളൊക്കെ ഉണ്ട്. ഇവിടുത്തെ ഏതോ സംഭവമാണെന്ന് തോന്നുന്നു. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ കഴിയുന്നതും ഈ ചെറിയ റോഡുകളിൽ ഇതുപോലത്തെ ഓവർടേക്കിങ് അവോയ്ഡ് ചെയ്യുന്നതാണ് ബെറ്റർ. പതുക്കെ ഓവർടേക്ക് ചെയ്താലും മതി. പോയിട്ട് അത്യാവശ്യമൊന്നുമില്ലല്ലോ. അല്ല, എനിക്ക് അത്യാവശ്യമൊന്നുമില്ലല്ലോ. ഇതിൽ ഞാൻ വേറെ എങ്ങും അങ്ങനെ കാഴ്ച കാണാൻ വേണ്ടി നിർത്തുന്നൊന്നുമില്ല. കാരണം ഞാനിപ്പോൾ ഇറങ്ങിയിട്ട് തന്നെ 10 ദിവസത്തിന് മുകളിലായി. എനിക്ക് തിരിച്ച് കയറിയിട്ട് ഡ്യൂട്ടിക്ക് കയറാനുള്ളതാണ്. ഇനി ഞാൻ തട്ടി നിന്ന് കഴിഞ്ഞാൽ ഡ്യൂട്ടിക്ക് കയറാൻ നാളെ ഞാൻ വീട്ടിൽ എത്തില്ല. സോ ഞാൻ നേരെ ഇപ്പം പോവുകയാണ്. ഇതിൻ്റെ ഇടയിൽ ആരോ എനിക്ക് മെസ്സേജ് അയച്ചിട്ട് എന്തോ ഒരു കാര്യം ചോദിച്ചായിരുന്നു. സത്യം പറഞ്ഞാൽ അത് പറയാൻ വേണ്ടിയിട്ടാണ് ഓണാക്കിയത്. കുറച്ച് ദൂരം വരെ കുറച്ച് ആൾക്കാർ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഒരു പരിചയമില്ലാത്ത, മുഖം പോലും കാണാത്ത കുറേ ആൾക്കാർ. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഖം പോലും കാണാത്തതായതുകൊണ്ട് തന്നെ അവരാരാന്ന് എനിക്കറിയില്ല, ഞാൻ ആരാണെന്ന് അവർക്കും അറിയില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ തമ്മിൽ ഒരു സൈലൻറ്റ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടല്ലോ. അത് വണ്ടി ഓടുമ്പോൾ അവരുടെ ജസ്റ്റേഴ്സ് കൊണ്ട് മാത്രമല്ല, ഞാൻ എൻ്റെ ജസ്റ്റേഴ്സ് കൊണ്ട് അവരും റിയാക്റ്റ് ആവുന്ന രീതി. ഫ്രണ്ടിലൊരു എലിഫൻറ്റ് പോകുന്നുണ്ട്. നല്ല ചങ്ങല കിട്ടിയിട്ടുണ്ട്. ഈ കാലിൽ കുലിച്ചിടുന്ന കണക്കാണ് ആന ചങ്ങല ഇട്ടിരിക്കുന്നത്. എന്തായാലും കൊള്ളാം.
ഒരു വെറൈറ്റി ആയിട്ടുണ്ട്. ഈ തൃശ്ശൂർ കൂടുതൽ ആനയും പാടങ്ങളും എല്ലാം കൂടുതലുള്ള ഏരിയയാണ്. പക്ഷേ ഈ തൃശ്ശൂർ വിട്ട് എറണാകുളത്ത് എത്തിക്കഴിഞ്ഞാൽ സത്യസന്ധമായി പറഞ്ഞു കഴിഞ്ഞാൽ ഒരുമാതിരി ഭയങ്കര റഷുള്ള ഭയങ്കര റഷുള്ളൊരു ഏരിയയാണ് തൃശ്ശൂർ, എറണാകുളം ആ ഒരു ഭാഗമൊക്കെ. ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഞാൻ ഏറ്റവും കൂടുതൽ പെട്ടുപോയ ഭാഗങ്ങളിലൊന്നും അതാണ്. കാരണം ഞാൻ കോട്ടയൊക്കെ എത്തിയപ്പോഴത്തേക്കും ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം ഒരിക്കല നല്ല രസത്തിൽ പോയതാണ്. പക്ഷേ തൃശ്ശൂർ കോട്ടയം ഒന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര തിരക്കും ക്ലൈമറ്റ് ചേഞ്ചും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇപ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കോട്ടയത്ത് പോകാറുണ്ട്. പക്ഷേ കോട്ടയത്ത് അങ്ങനെ പോകുമ്പോൾ എനിക്ക് അങ്ങനെ പറ്റില്ല. പക്ഷേ ഇപ്രാവശ്യം ഞാൻ വന്ന് കുറച്ച് കാട് കൊടുത്ത റോഡിൽ കൂടെയാണ്. വഴി എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല ആ വഴി. പക്ഷേ നല്ല രസമുണ്ട്, നല്ലൊരു പോസിറ്റീവ് വൈബുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കാട്ടിൻ്റെ ഇടയിൽ കൂടെയൊക്കെ കയറി പോകുമ്പോൾ ഒരു എനർജി ഉണ്ടല്ലോ, ആ ഒരു എനർജി എനിക്ക് ഭയങ്കരമായിട്ട് ആ സ്ഥലത്ത് ഫീൽ ചെയ്തു. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഇതിൻ്റെ അടിവഴി കയറി പോകാൻ പറ്റും. ഇതിൻ്റെ അടിവഴി പോകാമെന്നാണ് ഗൂഗിൾ പറയുന്നത്. നമുക്ക് പോയി നോക്കാം. എവിടെ എത്തുമെന്ന് എനിക്കറിയില്ല. നിങ്ങളിൽ കുറച്ച് പേര് ചോദിക്കും തിരുവനന്തപുരത്തേക്ക് പോകേണ്ട വഴി നിനക്കറിയില്ലടാ എന്നാണെങ്കിൽ, തിരുവനന്തപുരത്തേക്ക് പോകേണ്ട വഴി എനിക്കറിയാം. അതിലെനിക്ക് അറിവില്ലായ്മയൊന്നുമില്ല, കൃത്യമായിട്ട് എനിക്കറിയാം. പക്ഷേ എപ്പോഴും പോകുന്ന വഴിയല്ലാതെ മറ്റൊരു വഴി തിരഞ്ഞെടുക്കാൻ ഞാൻ ഇവിടെ ശ്രമിക്കുന്നത്. തിരുവനന്തപുരത്തേക്കുള്ള വഴി അകത്ത് ആയിരിക്കും. എന്തായാലും മണി 8 ആയുള്ളൂ, 9 മണിയല്ലേ ആയുള്ളൂ. എങ്ങനെയൊക്കെ കറങ്ങിയാലും അവിടെ തന്നെ എത്തും. അതുകൊണ്ട് നോ ഇഷ്യൂസ്.